വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വിവാദം കത്തി നിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കോൺഗ്രസിനുള്ളിൽ നിന്ന് VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. UDFിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത് എന്ന വിമർശനം മുന്നണിക്കുള്ളിലും ഉണ്ട്. രാഹുൽ ജിനാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഇനിയും ചർച്ചകൾക്ക് വീര്യം കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ UDFിൽ തീരുമാനിക്കാതെയാണ് ഇങ്ങനെ ഒരു നികുതിയെക്കുറിച്ച് തീരുമാനമെടുത്തത് എന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെ ശക്തമായി എതിർവാദം വരുന്നുണ്ട്. അത് VM സുധീരനാണ്, മുതിർന്ന നേതാവാണ് ഇക്കാര്യം പറയുന്നതും. എന്തായിരിക്കും ഇന്ന് സഭ പുനരാരംഭിക്കുമ്പോൾ ഉണ്ടാവുക? സഭയിൽ എന്തായാലും രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, സർക്കാരിൻ്റെതായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും. മറ്റൊന്ന്, പ്രതിപക്ഷം ഇത് കടുത്ത ഭാഷയിൽ എതിർക്കും. രാഷ്ട്രീയമായും ഇത് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്ന ആശയപരമായി എതിർക്കും. അങ്ങനെയുള്ള ചർച്ചകളാകും ഇന്നെന്തായാലും മുന്നോട്ട് നടക്കുക. അവിടെ തന്നെ എന്തായാലും ഇത് ഒരു പടി കൂടി കടന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഈ ധനബില്ലിൻ്റെ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സർക്കാർ അറിയിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി UDFിനുള്ളിൽ തന്നെ പല നേതാക്കൾ, VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് അറിയിച്ചിരുന്നു. അപ്പോൾ ഈ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണോ പാർട്ടി നയം എന്നുള്ളത് കൂടി ഒന്ന് ആവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുക. ധനാഭ്യർത്ഥന ചർച്ചകളും നടക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള ധനാഭ്യർത്ഥന ചർച്ചകളും ഇന്നുണ്ടാകും. ശ്രദ്ധ ക്ഷണിക്കലും ഉണ്ടാകും. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാതെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കണം എന്ന വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നെന്തായാലും സഭയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 1-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ധനബില്ലിൻ്റെ കരട് അത് സഭയിൽ അവതരിപ്പിക്കുക. അതെന്തായാലും ഇത്രയധികം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ പാസ്സാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സാധ്യതയല്ല, പാസ്സാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാസ്സാകുമ്പോഴും ഇത് തന്നെയാണോ നയം എന്നുള്ളത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അത് ധാരണയാക്കുക എന്നുള്ളതാണ് ഏതായാലും സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിലേക്കുള്ള ചർച്ച കൂടിയാകും, അതിലേക്കുള്ള അഭിപ്രായ പ്രകടനം കൂടിയാകും എന്തായാലും സഭയിൽ നടക്കുക. സഭയിൽ എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ആരോപണ പ്രത്യാരോപണങ്ങൾ കേൾക്കാൻ കഴിയും. ഒപ്പം വലിയ ചർച്ച ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും.